സിവിൽ സപ്ലൈയിൽ നിന്ന് പുതിയ സാധനം വന്ന് 700 രൂപ ഒപ്പിക്കണം. എങ്ങനെ ഒപ്പിക്കാൻ പറ്റും? ഒരു മാഡം ഇരിപ്പുണ്ടെന്ന് നമ്പർ അടിച്ച് നോക്കാം. അടിപൊളി സൗന്ദര്യം തന്നെ കേട്ടാ. തന്നോട് ഇരിക്കാൻ ആര് പറഞ്ഞു? ഇരുന്നോട്ടാ. അങ്ങനെ ഇരിക്കണ്ടേ എനിക്ക്. പക്ഷേ ദേഷ്യം കാണിക്കുമ്പോഴേ കറക്റ്റ് നവ്യ നായർ അതേ മുഖം. എനിക്കോ? നവ്യ നായരുടെ സത്യം സത്യം. നവ്യ നായരുടെ ലുക്ക് എനിക്കിഷ്ടമല്ല. അവൾക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാണ്. എനിക്കൊരു 200 രൂപ തരുമോ? ഓ, 200 രൂപയ്ക്കാണോ എനിക്ക് നവ്യ നായരുടെ കട്ടുണ്ടെന്ന് പറഞ്ഞത്? വേറെ ഒരു ജോലിയില്ല രാവിലെ? പോടണിട്ട് രാവിലെ കൈ ഒന്നുകൂടെ അങ്ങനെ കാണിച്ച്, ഒന്നുകൂടെ കാണിക്ക്. എന്തോ ഒന്നുകൂടെ കാണിക്ക്. എന്ത് കാണിക്കേ? അതേപോലെ കൈ തേർ. കാവ്യ മാധവന്റെ അതേ ലുക്ക് കേട്ടാ. സത്യം. എൻ്റെ അമ്മച്ചിയാണ്. കണ്ട കാവ്യ മാധവൻ എന്നേ പറയും. സത്യം സത്യം കാവ്യ മാധവൻ തന്നെ. പക്ഷേ കാവ്യ മാധവൻ അവളെ സ്വന്തം ഭർത്താവിനെയൊക്കെ കളഞ്ഞ് വേറെ ഒരു കാമപ്പിന്റെ കൂടെ പോയി. അത് വേണ്ട, അത് വേണ്ട, എനിക്ക് അതൊക്കെ വേണ്ട. അതൊക്കെ പോയ കഥ. എനിക്ക് കളയാൻ വേണ്ടി നേരം വിളിക്കുമ്പോ ഇറങ്ങി 200 രൂപ കിട്ടിയേ പറ്റൂ. പിന്നെ നമ്മളെ ഈ ഉദ്ഘാടനത്തിനൊക്കെ പോകൂലേ? ഇങ്ങനെ അല്ല കണ്ടാലല്ല ചന്തമായിട്ടുള്ള ഉദ്ഘാടനങ്ങൾക്കൊക്കെ പോകുന്ന ഒരു സിനിമ താരം ഉണ്ടല്ലോ. അല്ല, അടുത്ത പേര് ഹണി റോസ്. മാഡത്തിന്റെ ചുണ്ടും മൂക്കും ആ കണ്ണും ഒക്കെ കണ്ട അതേപോലെ തന്നെ ഏറ്റെന്ന് തോന്നണം. അതേപോലെ തന്നെ എല്ലാ ഭാഗങ്ങളും അതെ അതേപോലെ. എന്ത് നമ്മള് വിചാരിക്കാൻ പോലെ അല്ല. അവക്ക് ഇച്ചിരി എല്ലാം കൂടുതല. അത് എനിക്കില്ല. നിങ്ങൾ രാവിലെ എനിക്ക് പോകാൻ മനുഷ്യന് എനിക്ക് ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. 200 രൂപയ്ക്ക് വേണ്ടി നുണയും കഥകളും കൊണ്ട് നേരം എടുക്കുമ്പോ ഇറങ്ങും. താൻ എന്താണോ ഈ നോക്കണേ? ഈ ലുക്കിലേ ഐശ്വര്യ റായി ഇല്ലേ, അതേപോലെ തന്നെ മാഡത്തിനെ കാണാൻ. സത്യം. അതെ, എന്റെ പൈസ അടിപൊളി. കാണാന് ഐശ്വര്യ റായിയെ കിടക്കാ ചിരി നോക്ക്. വലിയ വെച്ചില്ലെന്ന് തോന്നണം. കറക്റ്റ് ഐശ്വര്യ റായി തന്നെ. ഒത്തന്റെ പൈസ 200 രൂപ മാഡം. 500 രൂപ വെച്ചേ.